തിരുവചനം തിരുമധുര എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ശുശ്രൂഷ ആരംഭിക്കും. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായ സർവ്വസുന്ദാംനാഥ, ഒരു പ്രാവശ്യം കൊണ്ട് കർത്താവ് തന്നെ ജനത്തെ നയിക്കുവാൻ അവിടുന്ന് സഹായിക്കുന്നവൻ കൃപാൽക്കാരൻ അതിനോട് സ്തോത്രം കർത്താവേ. കൃപയുടെ സാന്നിധ്യത്താൽ കർത്താവ് ഞങ്ങളെ ഈ ദിവസം വരെ വഴി നിർത്തിയ എല്ലാ നന്മകൾക്കാരും അതിനോട് സ്തോത്രം. വിലയിലും ബലം കർത്താവെ കുറവുള്ള ഞങ്ങളെ കർത്താവ് നിൻ്റെ വിലയ്ക്ക് ഒരുക്കുമ്പോൾ അങ്ങയുടെ ശ്രേഷ്ഠ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിച്ച കർത്താവെ അവിടുന്ന് വഴി നടത്തുന്ന പ്രാർത്ഥിക്കുന്നത് പ്രത്യേകിച്ചും കർത്താവെ ഈ ശുശ്രൂഷ അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം ഉണ്ടാക്കിയ കർത്താവെ, എൻ്റെ കണ്ടത്തോടുണ്ടായ വാക്കുകളോട് വചസ്സുകളോടുണ്ടാക്കിയ കർത്താവെ, കർത്താവ് ജനം അങ്ങയുടേതാണ്, വചനം അങ്ങേ അടിയൻ അങ്ങനെ കർത്താവെ, അല്ലെങ്കിൽ അങ്ങയുടെ കൃപയിൽ അടിയനെ ബലപ്പെടുത്തി കർത്താവ് അങ്ങയുടെ ശ്രേഷ്ഠ കൃപയിൽ ശക്തീകരിച്ച് ലളിതമായ കർത്താവെ വചനം ജനത്തിലെത്തിക്കുവാനും ഈ വചനം കർത്താവ് ഞങ്ങളുടെ ജീവിതങ്ങളിൽ മാറ്റേണ്ടതിന് മാറ്റത്തക്കണം അവിടുന്ന് മുഖാന്തരം എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യത്തിലും അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നു. ഈ സാക്ഷിക്കണം പിതാവ് കേൾക്കണമേ. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ അളവറ്റ കൃപകളാൽ നമ്മുടെ ആയുസ്സിൽ ഒരു നോയമ്പ് കാലത്തിലേക്ക് ഒരുങ്ങുന്ന ദിവസങ്ങളിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. നാം നമ്മുടെ ആയുസ്സിൽ ഓരോ വർഷവും നോയമ്പ് എടുക്കാറുണ്ട്. നോയമ്പ് ദിവസങ്ങളിൽ സാഹചര്യങ്ങൾക്കൊത്തവണ്ണം പ്രാർത്ഥനാ ശുശ്രൂഷകളിലും മറ്റ് കാര്യങ്ങളിലും ഏർപ്പെട്ട് കഴിയുന്നത്രയും ദൈവിക ചിന്തകളിലേക്ക് നമ്മളെ നയിക്കത്തക്കൊണ്ണം നമ്മൾ പരിശ്രമിക്കാറുണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ ഏറ്റവും അവസാനം കഷ്ടാനുഭവാഴ്ച വരുമ്പോൾ അവിടുത്തെ എല്ലാ ശുശ്രൂഷകളിലും കഴിയുന്നത്രയും നാം സംബന്ധിക്കുവാൻ പരിശ്രമിച്ച് ഈർപ്പ് പെരുന്നാൾ കൊണ്ടാടുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് തിരിച്ച് നാം നോക്കുമ്പോൾ നമ്മുടെ പഴയകാല ജീവിതത്തിലേക്ക് നാം കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും നാം അനുഭവിക്കാറുള്ളത്. ഈ നോയമ്പ് കാലത്തിലേക്ക് നാം ഒരുങ്ങുകയും നോയമ്പ് കാലം കഴിയുമ്പോൾ തിരികെ പഴയ ജീവിതത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ യഥാർത്ഥത്തിൽ നാം ആ നോയമ്പിൻ്റെ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ നോയമ്പ് നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഈ വർഷം നാം നോക്കുകയാണെങ്കിൽ നാം നമ്മുടെ നോയമ്പ്, അതായത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ നോയമ്പ് ആരംഭിക്കുമ്പോൾ തന്നെയാണ് ഏകദേശം മറ്റൊരു മതസ്ഥരുടെയും നോയമ്പ് ആരംഭിക്കുന്നത്. അവരും നമ്മളും വ്യത്യസ്തം എത്രമാത്രമേ ഉള്ളൂ. അവർ അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തൊട്ട് സൂര്യൻ അസ്തമിക്കുന്ന വരെ ഒരു കാര്യവും, അതായത് പ്രഭാതത്തിൽ ഒരു കാര്യവും ഭക്ഷിക്കാറോ കുടിക്കാറോ ഒന്നുമില്ല. ഒരു വ്യത്യസ്തമായ വേർപെട്ട ജീവിതം. എന്തിന്, ആ സമയത്ത് പുകവലിക്കുന്ന വ്യക്തികൾ പോലും അത് മാറ്റിവെക്കുന്നൊരവസ്ഥ. പക്ഷേ സായാഹ്നം സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഉടനെ തിരിച്ച് പഴയ ഇതിലേക്ക് കടന്നും പിന്നെയും ആ പ്രഭാതത്തിൽ മാറ്റപ്പെട്ട ജീവിതം. അങ്ങനെയാണോ നമ്മുടെ നോയമ്പുകളും ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നോയമ്പ് കാലത്തിൽ വ്യത്യസ്തമായ ഒരു ജീവിത ശൈലി, നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിലായാലും നമ്മുടെ ചിലപ്പോൾ അനേകർ അവരുടേതായ വസ്ത്രങ്ങളിൽ പോലും ആ ഭേദഗതി വരുത്തുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ആ കാലയളവിൽ കുറച്ച് കൂടെ സോബറായിട്ട്, അതായത് ഇച്ചിരി ഒരു മാറ്റം വരുത്തിയ ഒരു ജീവിതത്തിലേക്ക്. പക്ഷേ ഈ മാറ്റം എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുവാൻ കഴിയുന്നില്ലെന്ന് നാം പലപ്പോഴും മറന്നു പോകാറുണ്ട്. യഥാർത്ഥമായ ഒരു അനുതാപത്തിലേക്കാണോ നാം കടന്നത്? നോയമ്പെന്ന് പറയുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്താപിച്ച് അനുതാപ ഹൃദയത്തോടെ ദൈവിക കൃപകളിലേക്ക് വളരുന്നതായി തീരണം നമ്മുടെ നോയമ്പുകൾ. അല്ലാതെ ഭക്ഷണങ്ങൾ വെടിഞ്ഞിട്ടോ ആ ദിവസങ്ങളിൽ കൂടുതൽ പ്രാർത്ഥിച്ചിട്ടോ മറ്റു കാര്യങ്ങളല്ല. നമ്മുടെ ജീവിതത്തിൽ പശ്ചാത്താപം പലപ്പോഴും കടന്നു വരാറുണ്ട്. ആ പശ്ചാത്താപം, യഥാർത്ഥമായ പശ്ചാത്താപം നിലനിൽക്കണമെങ്കിൽ നമുക്ക് ഒരു അനുതാപ ഹൃദയത്തോടെ ജീവിതത്തിൽ ഒരു മാനസാന്തരത്തിലേക്ക് നാം കടന്നു വരണം. അപ്രകാരം നമുക്ക് കടന്നു വരുവാൻ കഴിയുന്നുണ്ടോ? ഇന്ന് നമ്മൾ പലപ്പോഴും നോക്കുമ്പോൾ നമ്മുടെ ചിന്തകളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മുടെ ഇടപാടുകളിലും നമ്മെ തന്നെ ന്യായീകരിക്കുന്ന പല കാര്യങ്ങളാണ് കടന്നു വരുന്നത്. 51-ാം സങ്കീർത്തനം യഥാർത്ഥത്തിൽ നാം നോക്കുകയാണെങ്കിൽ ദാവീദ് രാജാവ് ഒരു അനുതാപ സങ്കീർത്തനം നമുക്ക് തന്നിരിക്കുന്നത്
ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിലെ ഒരു കാലയളവിൽ പ്രവാചകൻ തന്നോട് പറഞ്ഞത് സ്വീകരിച്ച് അനുതാപ ഹൃദയത്തോടെ എഴുതപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. അല്പസമയം നിങ്ങളോടൊപ്പം ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമായിരിക്കണം അനുതാപമെന്ന് ചിന്തിക്കുവാനാണ്. ഇവിടെ 2 വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, തന്നെ ന്യായീകരിക്കുന്ന ഒരവസ്ഥ. മറ്റേത് പറയുന്നത് സ്വീകരിക്കുന്നതും അനുതാപത്തിലേക്ക് കടന്നു വരുന്ന ഒരവസ്ഥ. സങ്കീർത്തനം 51-ൻ്റെ 1-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്: ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങൾ മായിച്ചു കളയണമേ. എൻ്റെ ലംഘനങ്ങൾ മായ്ച്ചു കളയണമേ. അതായത് അവിടെ 2 കാര്യമാണ്. നിന്റെ ദയയ്ക്ക് തക്കവണ്ണം കൃപയും നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളും മായ്ച്ചു കളയണേ. ദൈവത്തോട് ആ അനുതാപ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ ദാവീദ് രാജാവ് യാചിക്കുന്ന കാര്യം 2ആണ്. ഒന്ന്, ദയയും കരുണയും. പക്ഷെ ഇന്ന് പലപ്പോഴും നാം ചിന്തിക്കുന്നത് നമ്മുടെ അകൃത്യങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ കാരണം, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ കാരണം മാത്രം അത് ദൈവം മാറ്റിക്കളയുവാൻ കഴിയുമെന്നാണ്. നമുക്കറിയാം, ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ച് ആദാമിനെ സൃഷ്ടിച്ചത് എങ്ങനെയാണെന്ന്. അവിടെ ദൈവം പൊടിയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞ് ദൈവമായിട്ടൊരു ബന്ധത്തിലായിരുന്നു ആ ജീവിതം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതെല്ലാ സായാഹ്നവും ദൈവം കടന്നു വരികയും അവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥ. പക്ഷേ ആ ബന്ധത്തിലൊരു മാറ്റം വരുത്തുവാൻ കാരണമായതും അവിടെ ദൈവം അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ ന്യായീകരണമാണ് നാം കാണുന്നത്. അവരുടെ വീഴ്ചയെ അവരെ സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചെ പറ്റി ആദ്യം പറയുന്നുണ്ട്. യഹോവയായ ദൈവം നിലത്തിലെ പൊടി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തി അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. വെറും പൊടിയായ മനുഷ്യനെ ജീവനാക്കുന്ന ഒരു പ്രക്രിയ. പൊടിയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച് യഹോവയായ ദൈവമാണ് സ്വന്തം ഇതിൽ ആ ജീവശ്വാസം നൽകുന്നത്. അപ്പോൾ ഞാനും നിങ്ങളും ഇന്ന് ശ്വസിക്കുന്ന ജീവശ്വാസം യഹോവയാൽ നൽകപ്പെട്ടതാണെന്ന് ആദ്യം നാം മനസ്സിലാക്കുന്നു. പക്ഷെ അവിടെ പ്രതിയോഗി കടന്നു വന്ന് ഹവ്വായെ വഞ്ചിച്ച് വൃക്ഷത്തിലെ ഫലം കഴിക്കത്തക്കണം ഇടയാക്കി കഴിഞ്ഞ് ദൈവം അവിടെ കടന്നു വന്ന് ഇവരെ വിളിക്കുമ്പോൾ ഇവർ മറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. കാരണം അവർ നഗ്നരെന്ന് അവർക്ക് ബോധ്യമായി. അവർക്കതിനുള്ള ജ്ഞാനം കിട്ടിയപ്പോൾ അവർ ദൈവത്തിൽ നിന്ന് അകലുന്നൊരു അവസ്ഥ. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന അവസ്ഥയെന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം ചിന്തകളിൽ നമുക്ക് തന്നിരിക്കുന്ന ജ്ഞാനത്തിനൊത്തോണം, സ്വർഗീയ ജ്ഞാനമല്ല ലൗകിക ജ്ഞാനത്തിനൊത്തോണം പലപ്പോഴും ചിന്തിക്കുമ്പോഴാണ് എന്നെയും നിങ്ങളെയും ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ ഇടയാകുന്നത്. അവിടെ ഉൽപ്പത്തി പുസ്തകം 3-ന്റെ 12-ഉം 13-ഉം വായിക്കുമ്പോൾ അതിന് മനുഷ്യൻ എന്നോടുകൂടെ ആയിരിക്കുവാൻ നീ തന്ന സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ ഭക്ഷിക്കുകയും ചെയ്തു എന്ന് ഉത്തരം പറഞ്ഞു. യഹോവയായ ദൈവം സ്ത്രീയോട് നീ ഈ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചു. പാമ്പ് എന്നെ വഞ്ചിച്ചു, ഞാൻ ഭക്ഷിച്ചുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. ഇവിടെ നാം നോക്കുകയാണെങ്കിൽ യഹോവയോടൊപ്പം വസിക്കുന്ന ആദാമും ഹവ്വായുടെയും ജീവിതത്തിൽ യഹോവയോടൊപ്പം വസിക്കുക എന്ന് പറയുമ്പോൾ അത്രമാത്രമുള്ളൊരു ജീവിത സാഹചര്യത്തിലാണ് ദൈവം അവരെ നിലനിർത്തിയിരുന്നത്. ഏദൻ തോട്ടത്തിൽ അവർക്ക് വേണ്ടിയതെല്ലാം നൽകി അവരോട് ആ തോട്ടം കാക്കുവാൻ മാത്രമായിരുന്നു പറഞ്ഞത്. അപ്പം അവിടെ ഒരു വീഴ്ച വന്നത് എന്താണ്? ആ തോട്ടത്തിലേക്കൊരു പ്രതിയോഗിക്ക് കടക്കത്തക്കോണം അവരുടെ നോട്ടത്തിൽ എവിടെയോ ഒരു വീഴ്ച വന്നു.
നമ്മൾ പലപ്പോഴും പാപത്തിലേക്ക് വഴുതി വീഴുവാൻ ഇടയാകുന്നത് നമ്മളെ കാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കാവലായി തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കാതെ, ദൈവിക കൃപകളിൽ ആശ്രയിക്കാതെ നമ്മുടെ ചിന്തകളിൽ വരുന്ന ചിന്തയ്ക്കൊത്തവണ്ണം തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ പാപത്തിലേക്ക് വീഴുവാൻ ഇടയാകുന്നത്. അത് വ്യക്തിഗത ജീവിതമായാലും കുടുംബജീവിതമായാലും സാമൂഹ്യ ജീവിതമായാലും ആത്മീയ ജീവിതമായാലും ഏതുമായിക്കൊള്ളട്ടെ, ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്ന ഈ മേഖലകളിൽ ദൈവവും നമ്മളോട് കൂടെ നമ്മെ നയിക്കത്തക്കോളം തന്ന പരിശുദ്ധാത്മാവിനോട് ആലോചനകൾ ചോദിക്കാതെ നാം നമ്മുടേതായ വ്യക്തി താല്പര്യങ്ങൾക്കും സ്വാർത്ഥ നന്മകൾക്കായി നാം പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് വീഴുവാൻ ഇടയാകുന്നതും ദൈവസന്നിധിയിൽ പാപത്തിലേക്ക് നാം കാൽച്ചൂട് വെക്കുവാൻ ഇടയാകുന്നെന്ന് മനസ്സിലാക്കണം. ഇവിടെ വ്യക്തമായി യഹോവയായ ദൈവം, യഹോവയാൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ലെന്ന് അറിയാമെന്ന് പോലും അവർ പറയുന്നത് എന്താണ്? അതാം പറയുന്നത്, നീ എനിക്ക് തക്ക തുണയായി തന്ന സ്ത്രീ തന്നു ഞാൻ ഭക്ഷിച്ചു. യഹോവയായ ദൈവം ആദാമിനോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വൃക്ഷത്തിലെ ഫലം കഴിക്കില്ലെന്ന്. അപ്പോൾ അവന് നൽകിയപ്പോൾ അവന് അത് പറയുവാൻ കഴിയുമായിരുന്നു, ഇല്ല, ഇവിടെ ദൈവം പറഞ്ഞിട്ടുണ്ട് നാം ഇത് ചെയ്യില്ലെന്ന്. പക്ഷെ അതല്ല, അവിടെ ആ വാക്കിൽ വീഴുക മാത്രമല്ല, ഫലം കഴിക്കുന്ന ഒരവസ്ഥ. രണ്ടാമത് സ്ത്രീയോട് ചോദിക്കുമ്പോൾ പറയുന്നത്, ഇവിടെ എന്നെ പാമ്പ് വഞ്ചിച്ചത് കൊണ്ട് ഞാനത് ഭക്ഷിച്ചു. അവിടെയും ഒരു ന്യായീകരണം. ഇന്ന് നമ്മുടെ വ്യക്തിഗത ജീവിതത്തിൽ നാം നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മെ ദൈവം അല്ലെങ്കിൽ മറ്റു വ്യക്തികളിൽ കൂടെ നമ്മുടെ കുറവ് നമ്മളെ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അതിനെ സ്വീകരിക്കുവാൻ കഴിയാതെ നാം ന്യായീകരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കടന്നു പോകുന്നത്. അതെന്തുകൊണ്ടാണ് നാം പലപ്പോഴും അപ്രകാരമുള്ള ചിന്തകളിലേക്ക് കടന്നു വരുവാൻ ഇടയാകുന്നത്? നമ്മളിൽ സ്വയം, അതായത് ഞാൻ ചെയ്യുന്നത് തെറ്റല്ല എന്നൊരു ബോധത്തോടെയാണ് പലപ്പോഴും നമ്മുടെ പ്രതികരണം. ഇവ ഒരിക്കലും ദൈവസന്നിധിയിൽ വളരുവാനോ ദൈവിക കൃപകളിൽ നിലനിൽക്കുവാനോ ഇടയാകുകയില്ല. പ്രത്യേകിച്ച് ഒരു നോയമ്പ് കാലത്തിനായി നാം ഒരുങ്ങുമ്പോൾ യഥാർത്ഥ അനുതാപ ഹൃദയത്തോടെ കടന്നു വരുവാൻ നാം ഒരുക്കപ്പെട്ട അവസ്ഥയിലാണോ എന്നൊന്ന് ചിന്തിക്കണം. അനുതാപം എന്ന് പറയുമ്പോൾ പരസ്യമായി ദൈവമേ ഞാൻ ചെയ്ത കുറവുകളും വീഴ്ചകളും ക്ഷമിക്കണമേ എന്നൊരു വാക്കുകൊണ്ടുള്ള പ്രാർത്ഥനയല്ല. ആ കുറവുകളും വീഴ്ചകളും എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ അതിനു വേണ്ടിയ രീതിയിലുള്ള പശ്ചാത്താപ അനുതാപ ഹൃദയത്തോടെ മാനസാന്തരത്തിലേക്ക് ഒരു പുതിയ സൃഷ്ടിയായി നാം മാറണം. നമ്മുടെ ആയുസ്സിനൊത്തവണ്ണം നാം അനേക ഉപവാസങ്ങളും അല്ലെങ്കിൽ നോയമ്പുകളും ഒക്കെ എടുത്തിട്ടുണ്ടായിരിക്കും. ഓരോ സഭകൾക്കും വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഈ നോയമ്പ് കാലങ്ങൾ ഒരുക്കപ്പെടുന്നത്. പക്ഷെ ഇവയൊക്കെ ഒരുക്കുന്നത് യഥാർത്ഥത്തിൽ നാം ദൈവസന്നിധിയിൽ വളരുവാനും ദൈവവുമായിട്ടൊരു പുതിയ ബന്ധത്തിലേക്ക്, അറ്റുപോയ നമ്മുടെ ബന്ധത്തിലേക്ക് തിരിച്ച് കടന്നു വരത്തക്കൊണ്ണമാണ്. അല്ലാതെ ഒരു ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കും ഒത്തവണ്ണമുള്ള കാര്യങ്ങളല്ലെന്ന് ആദ്യം നാം മനസ്സിലാക്കണം. ഈ നോയമ്പ് ശുശ്രൂഷകളിൽ നാം കടന്നു പോകുമ്പോൾ, ഈ ചിന്തകളിലേക്ക് കടന്നു വരുമ്പോൾ, എൻ്റെ കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് നിരന്തരം ഇടപെടണമെന്ന് പ്രാർത്ഥിക്കണം. ഇവിടെ അപ്രകാരം പറഞ്ഞു കഴിയുമ്പോൾ യഹോവയായ ദൈവത്തിൻ്റെ അരുളപ്പാട് എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. ഉൽപ്പത്തി 3:19 ഇപ്രകാരമാണ് യഹോവ അവരോട് പറയുന്നത്, ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ട നീ അതിലേക്ക് തിരികെ ചേരുവോളം നിന്റെ മുഖത്തെ വിയർപ്പ് കൊണ്ട് നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ ചേരും. യഹോവയായ ദൈവത്തോടൊപ്പം വസിച്ചവരായിരുന്നു. ഒരു കാര്യവും ചെയ്യാതെ ഏറ്റവും ശാന്തതയോട് ജീവിക്കേണ്ട ഒരു ജീവിതം അവരുടെ വ്യക്തിഗത ഒരു കുറവുമാനം, ഒരു വീഴ്ച കാരണം, അത് സ്വീകരിക്കുവാൻ കഴിയാതെ അവിടെ ന്യായീകരണം കാരണം യഹോവ അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്ന അവസ്ഥ. ഇന്ന് നമ്മെ ആക്കി വച്ചിരിക്കുന്ന ഏദൻ തോട്ടത്തിൽ നാം ഇപ്രകാരമാണോ
പ്രതികരിക്കുന്നതെന്നൊന്ന് ചിന്തിക്കണം. രണ്ടാം ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം ആ അനുതാപ പ്രാർത്ഥന, ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിലെ അനുതാപ പ്രാർത്ഥനയ്ക്ക് കാരണമായ കാര്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 2 ശമൂവേൽ 12:7 നാഥാൻ പ്രവാചകൻ പറയുന്നൊരു കാര്യം നാം ഒന്ന് ചിന്തിക്കാം. നാഥാൻ ദാവീദിനോട് പറഞ്ഞത്, ആ മനുഷ്യൻ നീ തന്നെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്തു, നിന്നെ ശൗലിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. അവിടെ ദാവീദിന്റെ ജീവിതം നോക്കുകയാണെങ്കിൽ ഒരു ഇടയച്ചെറുക്കനായ അവനെ ദൈവം എടുത്തുപയോഗിക്കുന്ന, അതായത് ഇടയ സ്ഥാനത്തിൽ നിന്ന് രാജപദവിയിലേക്ക് കൊണ്ടുവന്നതാണ് ദൈവം. യഹോവയായ ദൈവമാണ് ചെയ്യുന്നത്. ശൗല് ദാവീദിനെ പലവട്ടം കൊല്ലുവാൻ പരിശ്രമിച്ചിടത്തൊക്കെ ദൈവം അവനെ കാത്തുപരിപാലിച്ച് അവനെ രാജസ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. പക്ഷേ ഒരു ബലഹീനമായ നിമിഷത്തിൽ, അതായത് പലപ്പോഴും നാം മനസ്സിലാക്കേണ്ടത്, നാം ആക്കി വച്ചിരിക്കുന്ന മേഖലയിൽ സന്നിധിയിൽ നാം നിൽക്കണമെങ്കിൽ കാണേണ്ടത് കാണാനും കാണാതിരിക്കേണ്ടത് കാണാതിരിക്കത്തക്കോണം ദൈവം നമ്മുടെ കണ്ണുകളെ മറക്കത്തക്കോണം ഇടയാക്കുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം. കേൾക്കേണ്ടത് മാത്രം, നന്മ മാത്രം കേൾക്കാൻ, മറ്റുള്ളവരുടെ പ്രതിസന്ധികൾ കേൾക്കുവാനുള്ള ചെവി ചായ്ക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മുടെ വാക്കുകളെ നിയന്ത്രിക്കണം. അതായത് നമ്മുടെ ചെവിക്കും കണ്ണിനും നാവിനും എപ്പോഴും ഒരു കാവൽ നൽകത്തക്കോണം നാം പ്രാർത്ഥിക്കണം. കാരണം ഇവ മൂന്നുമാണ് പലപ്പോഴും നമ്മെ, അതായത് ഹവ്വായുടെ കേൾവിയാണ് പാപത്തിലേക്ക് നയിക്കുവാൻ ഇടയായത്. ഇവിടെയാണെങ്കിലോ ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ ഒരു കാഴ്ചയാണ് പാപത്തിലേക്ക് നയിക്കുവാൻ ഇടയായത്. അതുമാത്രമല്ല, ആ പാപത്തിനെ മറക്കത്തക്കോണം പല കാര്യങ്ങൾ ചെയ്ത മൂലം ദൈവം പ്രവാചകനെ അയച്ച് ആ കാര്യത്തെപ്പറ്റി ഉത്ബോധിപ്പിക്കുമ്പോൾ അത് തെറ്റെന്നും ആ വ്യക്തിക്ക് മരണശിക്ഷമെന്ന് പറയുമ്പോഴാണ് നാഥാൻ പ്രവാചകൻ പറയുന്നത്, ആ വ്യക്തി നീ തന്നെയാണ്. അത് കഴിഞ്ഞ് ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ നന്മകളെ പറ്റി പലതും നാഥാൻ പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ആദ്യ ഭാഗം മാത്രം, അതായത് ഇസ്രായേലിനെ രാജാവായി അഭിഷേകം ചെയ്ത് നിന്നെ ശൗലിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. അത് തന്നെ എത്രയോ വലിയൊരു കാര്യമാണ്. ഇടയച്ചെറുക്കനായ, ആരും നോക്കാത്ത, അല്ലെങ്കിൽ ആരും ഒരു ബഹുമാനം കൊടുക്കാത്ത അവസ്ഥയിൽ നിന്ന് രാജാവായി നിയമിക്കുക മാത്രമല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാഗൽഭ്യമുള്ളൊരു ഹൃദയമുള്ള വ്യക്തിയായിരുന്നു. പക്ഷെ ഒരു നോട്ടം പാപത്തിലേക്ക് വീഴുവാൻ ഇടയായി. പലപ്പോഴും നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ വാക്കുകൾ, നമ്മുടെ നോട്ടം, നമ്മുടെ കേൾവികൾ, അത് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ, അതായത് ഒരു ഫിൽട്ടറിങ് സിസ്റ്റം ഉണ്ടാകുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം. കാരണം അരുതാത്തതൊന്നും നമ്മുടെ ഹൃദയത്തിലേക്ക് പതിയുവാനോ ചിന്തകളിലേക്ക് കടന്നു വരുവാനോ നമ്മുടെ നാവിൽ നിന്ന് വരുവാനോ ഇടയാകാതെ വണ്ണം ദൈവത്തോട് നാം യാചിക്കേണ്ടിയിരിക്കുന്നു. അപ്രകാരം യാചിക്കുമ്പോഴാണ് ദൈവം അതിനുള്ള കൃപയിൽ നമ്മളെ നിലനിർത്തുക മാത്രമല്ല, ദൈവിക കൃപകളിൽ വളരുവാൻ ദൈവം നമ്മളെ സാവകാശം ഒരുക്കുന്നത്. പക്ഷെ നമുക്ക് എത്രമാത്രം അതിന് കഴിയുന്നുണ്ടെന്നൊന്ന് ചിന്തിക്കണം. നാം ഒരു നോയമ്പ് കാലത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മെ തന്നെ അപ്രകാരം ഒരുക്കുവാൻ കഴിയുമോ എന്നൊന്ന് ചിന്തിക്കണം. ഈ നോയമ്പ് നമ്മുടെ ആയുസ്സിൽ വ്യത്യസ്തമായൊരു നോയമ്പാകുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം. എൻ്റെ വീഴ്ചകൾ എവിടെയാണെന്ന്, എൻ്റെ കുറവുകൾ എവിടെയാണെന്ന് ദൈവമേ എന്നോട് സദാ ബോധ്യപ്പെടുത്തണേ. അതിൽ നിന്ന് കരകയറത്തക്കോണം, എൻ്റെ കൃപയിൽ ബലപ്പെടത്തക്കോണം, ഈ ഉയർപ്പ് പെരുന്നാൾ എൻ്റെ ജീവിതത്തിൽ പുതു സൃഷ്ടിയായി തീരത്തക്കോണം ഇടയാക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? മുമ്പോട്ട് വായിക്കട്ടെ. 2 ശമൂവേൽ 12:13-14 വായിക്കുമ്പോൾ ദാവീദ് നാഥാനോട് ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് നാഥാൻ ദാവീദിനോട് യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കുകയില്ല. എങ്കിലും നീ ഈ പ്രവൃത്തിയിലൂടെ യഹോവയുടെ ശത്രുക്കൾക്ക് ദൂഷണം പറയുവാൻ കാരണമുണ്ടാക്കിയതുകൊണ്ട് നിനക്ക് ജനിച്ചിട്ടുള്ള കുഞ്ഞു മരിച്ചുപോകും എന്ന് പറഞ്ഞു. ഇവിടെ പാപത്തിൽ ഉരുവായ കുഞ്ഞിൻ്റെ മേലുള്ള ന്യായവിധിയാണ്.
അതിനു മുൻപ് ആ നാഥാൻ പ്രവാചകൻ നീ തന്നെ എന്ന് പറയുമ്പോൾ അവിടെ ദാവീദ് രാജാവിൻ്റെ പ്രതികരണമാണ് നാം നോക്കേണ്ടത്. ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. നാം ആദാമിൻ്റെയും ഹവ്വായുടെയും ജീവിതത്തിൽ നോക്കിയപ്പോൾ അവിടെ ഒരു ന്യായീകരണമായിരുന്നു. പക്ഷെ ഇവിടെ ഒരു പശ്ചാത്താപമാണ്, ഒരു അനുതാപമാണ്. ദൈവസന്നിധിയിൽ അനുതപിക്കുകയാണ്. നമുക്കറിയാം, അത് കഴിഞ്ഞ് ആ നാഥാൻ പ്രവാചകൻ എൻ്റെ മകൻ മരിച്ചു എന്ന് പറയുമ്പോൾ ആ മകൻ അസ്വസ്ഥത വരുമ്പോൾ വേറിട്ടിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച്, പക്ഷേ മരണം കഴിഞ്ഞപ്പോൾ ദൈവസന്നിധിയിൽ ഒരു പിറുപിറുപ്പില്ലാതെയാണ് കടന്നു വരുന്നത്. ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചില കാലയളവിൽ ദൈവം ചില പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ ശിക്ഷണത്തിലേക്ക് നമ്മളെ കടത്തിവിടുമ്പോൾ നമുക്ക് എത്രമാത്രം അത് സ്വീകരിക്കുവാൻ കഴിയുന്നുണ്ട്? നാം അതിനെ ന്യായീകരിക്കുവാൻ അല്ലെങ്കിൽ ദൈവത്തോട് എന്നെ ഇതിൽ നിന്ന് കടത്തിവിടുന്നെന്ന് ചോദിക്കാറുണ്ട്. ദൈവം നമ്മളെ സ്നേഹിക്കുമ്പോൾ നാം എപ്പോഴും മനസ്സിലാക്കണം, നാം മാതാപിതാക്കളെ നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോവുകയാണെങ്കിൽ അവരെ തിരിച്ച് മടക്കിക്കൊണ്ടുവരത്തക്കോണം നാം ശാസിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും നാം ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോവുകയാണെങ്കിൽ നാം ആ ശാസനമോ ശിക്ഷണമോ ആഗ്രഹിക്കാത്ത വ്യക്തികളാണ്. നാം അവിടെയൊക്കെ നമ്മെ തന്നെ ന്യായീകരിക്കുന്ന അവസ്ഥയിലേക്കാണ് കടന്നു വരുന്നത്. ഞാൻ ഇത് ചെയ്തു, ഇപ്രകാരം പ്രവർത്തിച്ചു, ഞാൻ ദൈവത്തിന് ഇത്രമാത്രം കൊടുത്തു, അല്ലെങ്കിൽ ആ ദേവാലയത്തിന് ഇത്രമാത്രം നൽകി, അങ്ങനെ പല കാര്യങ്ങൾ ന്യായീകരിച്ച് നമ്മുടെ കുറവുകളെ മറയ്ക്കുവാനുള്ള പരിശ്രമം. പക്ഷേ ഇവയൊക്കെ തന്നത് ആരാണ്? നമ്മുടെ ജീവിതത്തിലെ ഏദൻ തോട്ടത്തിൻ്റെ അനുഗ്രഹം തന്നത് ആരാണെന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. ആ ഏദൻ തോട്ടത്തിൻ്റെ അനുഗ്രഹത്തിനൊത്തവണ്ണം നമ്മളെ ദൈവം ആക്കിവരിച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ അനുതാപ ഹൃദയത്തോടെ പശ്ചാത്താപത്തോടെയാണോ ദൈവസന്നിധിയിൽ കടന്നു വരുന്നതെന്നൊന്ന് ചിന്തിക്കണം. റോമാലേഖനം 5:8 ഇപ്രകാരമാണ് പൗലോസ് പറയുന്നത്, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതിനാൽ ദൈവം നമ്മോടുള്ള തന്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നു. അല്ലാതെ നാം മാനസാന്തരപ്പെട്ടിട്ടല്ല കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി അർപ്പിക്കപ്പെട്ടത്. കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി അർപ്പിക്കപ്പെട്ടത് നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പാപക്കറകൾ മായ്ക്കത്തക്കോണം ക്രൂശിന്മേൽ തൻ്റെ രക്തം ചൊരിഞ്ഞ കർത്താവാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു അവസരം തന്നിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, കൊലോസ്യ ലേഖനം 2:14 വ്യക്തമായ ഒരു കാര്യം പറയുന്നുണ്ട്. ചട്ടങ്ങളാൽ നമുക്കെതിരായിരുന്നതും പ്രതികൂലമായിരുന്നതായ കടങ്ങളുടെ ചീട്ട് മായ്ച്ചു കളയുകയും അതിനെ അവൻ ക്രൂശിൽ തറച്ച് നമ്മുടെ മധ്യയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്തു. ആ കാലയളവിൽ അവർ പഴയ നിയമ പല കാര്യങ്ങൾക്ക് അധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ചു കൊണ്ടിരുന്ന ആ നിയമങ്ങളെ മാറ്റിക്കളയുക മാത്രമല്ല, അതിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കത്തക്കോണമാണ് ആ ക്രൂശ് മരണം ഇടയാകുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു നോയമ്പ് കാലത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മെ തന്നെ അപ്രകാരം ഒരുക്കുവാൻ കഴിയുന്നുണ്ടോ? നമുക്ക് കർത്താവിനോട് പ്രകാരം പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? കർത്താവേ, ഞങ്ങളോട് മനസ്സ് തെളിയണമേ, നിന്റെ കൃപയ്ക്കൊത്തവണ്ണം നീ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ടോ? നിന്റെ കൃപയ്ക്കൊത്തവണ്ണം എൻ്റെ ജീവിതത്തിലെ ലംഘനങ്ങൾ മാറ്റിക്കളയത്തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ടോ? ആ 51-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യ വാക്യത്തിൽ പറയുന്ന പോലെ ആ കരുണയ്ക്കൊത്തവണ്ണം, ആ കൃപയ്ക്കൊത്തവണ്ണം നമ്മുടെ പാപങ്ങളെ മാറ്റിക്കളയത്തക്കണം നമുക്കൊന്ന് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ കഴിയുമോ? നീ കേൾക്കുന്ന സഹോദര സഹോദരി, നമുക്ക് തന്നിരിക്കുന്ന ആയുസ്സിൽ ഒരു പ്രാവശ്യം കൂടെ ഒരു നോയമ്പ് കാലത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം നമുക്കൊരുക്കുമ്പോൾ നമ്മളെ തന്നെ ദൈവസന്നിധിയിലൊന്ന് താഴ്ത്തി ദൈവിക കൃപയിൽ ബലപ്പെട്ട്, കാരണം കാലങ്ങൾ ഇന്ന് ദുഷ്കാലമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മളെ ഉയർത്തി അനേകരുടെ ജീവിതത്തിലേക്ക്, അന്ധകാരത്തിലായിരിക്കുന്ന അനേകരെ വീണ്ടെടുക്കുവാൻ ദൈവം നമ്മളിൽ കൂടെ ആഗ്രഹിക്കുന്നു. അതിനായി നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ തലയുടെ മുടക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ,
അതിവാത്സല്യമായ നാഥ, അവിടുന്ന് ഈ സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. പലപ്പോഴും കർത്താവേ, അടിയങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ, ഞങ്ങളോട് ആരെങ്കിലും കുറവ് കാണിച്ചു തരികയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങ് തന്നെ ഞങ്ങളെ വചനത്തിൽ കൂടെ ബോധ്യപ്പെടുത്തുമ്പോൾ പലപ്പോഴും ഞങ്ങൾ ന്യായീകരിക്കുന്ന അവസ്ഥയിലാണ് കടന്നു വന്നിരിക്കുന്നത് കർത്താവേ. ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദാവീദ് പിതാവിനെ പോലെ കർത്താവെ, ആ വിരൽ ചൂണ്ടുമ്പോൾ ആ വിരൽ എന്നിലേക്കാണെന്ന് ബോധ്യമായി, എൻ്റെ ജീവിതത്തിലെ കുറവുകൾ എന്തെന്ന് മനസ്സിലാക്കി, അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ബോധ്യപ്പെടുത്തി അതിനെ അതിജീവിക്കാനുള്ള കൃപ അടിയങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കൃപയ്ക്കൊത്തോണം ഞങ്ങളെ വഴി നടത്തുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം അങ്ങയുടെ മഹത്വത്തിനായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമെന്ന് യേശു സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ.